ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ അംബ്രല്ല പോർഷന് കട്ട് ചെയ്യാൻ സ്കേർട്ട് ആയിക്കോട്ടെ, അംബ്രല്ല ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഫ്രോക്കിൻ്റെ താഴെ വരുന്ന അംബ്രല്ല കട്ടിങ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അംബ്രല്ല സ്കേർട്ട് ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്യൽ എങ്ങനെയെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ഇതുപോലെ ഞാൻ ഡെമ്മിൻ്റെ കറക്റ്റ് അളവ് എടുത്തിട്ടാണ് കാണിക്കുന്നത്. 24 ഇഞ്ച് നമ്മൾ എവിടെയാണോ പാവാടയുടെ എലാസ്റ്റിക് ഇടുന്നത് അവിടുത്തെ അളവ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. ഇവിടെ ഞാൻ 24 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ 24 ഇഞ്ചിൻ്റെ അവിടെ കറക്റ്റ് പോയിന്റ് മനസ്സിലാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ചോക്കോട്ടൊന്ന് മാർക്ക് ചെയ്യണമുണ്ട്. ഈ 24 ഇഞ്ച് വെച്ചിട്ട് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാണ്ട് അംബ്രല്ല കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കട്ട് ചെയ്യുമ്പോൾ അതിൽ തയ്യൽ തുമ്പ് എക്സ്ട്രാ വരുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ അതെങ്ങനെയാണ് അളവ് കറക്റ്റായിട്ട് സെമി അംബ്രല്ലയും അതുപോലെ ഫുൾ ഫ്ലെയർ ആയിട്ട് വരുന്ന അംബ്രല്ല, ഈ 2 ടൈപ്പാണ് ചെയ്യുന്നത് കേട്ടോ. അംബ്രല്ല ഒരുപാട് ടൈപ്പ് ഉണ്ട്, അതിൽ 2 ടൈപ്പാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുള്ളത് 24 ഇഞ്ചാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പാവാടയുടെ എലാസ്റ്റിക് ഇടുന്ന പോർഷന് 24 ഇഞ്ചാണ്. നമ്മൾ നോർമൽ ഫ്ലെയർ കമ്മി വരുന്നൊരു അംബ്രല്ല സ്കേർട്ട് ആയിക്കോട്ടെ, അംബ്രല്ല ഗൗൺ ആയിക്കോട്ടെ അടിക്കാന്നുണ്ടെങ്കിൽ അതിന് 4ആയിട്ട് ഭാഗിക്കണം. എന്ന് വെച്ചാൽ 24നെ 4ആയിട്ട് ഹരിക്കുക, 4 ഹരിക്കുക കാൽക്കുലേറ്ററിലാണെങ്കിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഇഞ്ചാണ്. 6, 12, 18, 24 മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ 6ആണ് നമ്മൾ എടുക്കുക. ആ 6 ഇഞ്ചിൻ്റെ കൂടെ പ്ലസ് അര ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ നമുക്ക് എക്സ്ട്രാ കൂടുതൽ തയ്യൽ തുമ്പ് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഒട്ടും തയ്യൽ തുമ്പ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 6 ഇഞ്ച് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ അതിൽ തയ്യൽ തുമ്പ് ആഡ് ആയിക്കോളും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലാണ് വീതി പോയിന്റ് ചെയ്തിട്ടുണ്ട്, ഒരു സൈഡിലാണ് നീളം പോയിന്റ് ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ സെമി അടിക്കുമ്പോൾ ഇതുപോലെയാണ് മടക്കി വെക്കുക. നീളം ഒന്ന് മടക്കി കൊടുക്കുക, കറക്റ്റ് നീളത്തിൻ്റെ പോർഷൻ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം കോണാക്കിയിട്ട് ഇതുപോലെ കോണാക്കിയിട്ടാണ് നമ്മൾ മടക്കി കൊടുക്കുക. നോർമൽ ഫ്ലെയർ കമ്മി വരുന്നതാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ 6 ഇഞ്ച് നമ്മൾ കറക്റ്റ് അരഭാഗത്തൊന്ന് പോയിന്റ് ചെയ്യുക. 6 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. താഴെ എത്രയാണോ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം, കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നോർമൽ അംബ്രല്ല സ്കേർട്ട് എന്ന് പറയുന്നത്. ഈ സ്കേർട്ട് മാത്രം കട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ 24 ഇഞ്ചാണല്ലേ ഹിപ്പ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രോക്ക് ആണെന്നുണ്ടെങ്കിലും അവിടുന്ന് അങ്ങോട്ടുള്ളൊരു സ്കേർട്ടിൻ്റെ പോർഷനാണ് പറയുന്നത്, ജോയിൻറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിലും. ഇനി ഈ ഒരു ടൈപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഞാൻ അതിനു വേണ്ടി ഇതുപോലത്തെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇത് ഷിമ്മർ നെറ്റാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതിൽ എത്ര നീളം അതൊന്നും നിങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അരഭാഗത്തെ കറക്റ്റ് മെഷർമെൻറ്റും ആ നീളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം അതാണ് പറയുന്നത് കേട്ടോ. നമ്മളിതുപോലെ തുണിയുടെ നീളം ഒന്ന് കറക്റ്റാക്കി മടക്കി കൊടുക്കുക. ഇതൊരു കട്ട് പീസ് ആയതുകൊണ്ട് ഇതിലും ചെറിയ ഡൗട്ടുകൾക്ക് വരും. നീളം മടക്കി കൊടുത്ത ശേഷം ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ മടക്കി കൊടുക്കണം. കറക്റ്റ് നീളമാണ് ഫസ്റ്റ് മടക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അതൊരു കോൺ ഷേപ്പിൽ മടക്കി കൊടുക്കുക. ഇതുപോലെ ഒരു കോൺ ഷേപ്പ് കറക്റ്റ് ആവണം കേട്ടോ. ഇതുപോലെ കോൺ ഷേപ്പിൽ മടക്കി കൊടുക്കുക. കോണ് എപ്പോഴും കോണിൻ്റെ പോർഷനിൽ കറക്റ്റ് ആവണം. അതിന് ശേഷം ഇനി നമുക്ക് പോയിന്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് എത്ര ഇഞ്ചാണ് വേണ്ടിയിരുന്നത്? 6 ഇഞ്ചാണ് വേണ്ടത്. വേസ്റ്റ് റൗണ്ട് പറഞ്ഞാൽ 24ആണ്. 24നെ 4ആയിട്ട് ഭാഗിച്ചിട്ട് ആദ്യത്തെ ഒരു ഇതാണ് എടുക്കുന്നത്. 6 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് 6 ഇഞ്ച് തന്നെ പോയിന്റ് ചെയ്യണം കേട്ടോ. കറക്റ്റ് 6 ഇഞ്ച്, കമ്മിയായാലും കൂടാൻ പാടില്ല. 7.5 ഇഞ്ചാണ് നമുക്ക് കോൺ പോർഷനിൽ നിന്ന് വെക്കുമ്പോൾ 6 ഇഞ്ചിലോട്ട് കിട്ടുന്നത്. അത് എത്രയാണോ വരുന്നത് അതങ്ങനെ ഫുൾ റൗണ്ട് നമ്മൾ കോണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോയിന്റ് ചെയ്യുക. 7.5 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഫുൾ റൗണ്ട് പോയിന്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്താൽ ഒരു കോണായിട്ടാണ് അരഭാഗത്ത് കിടക്കുക. അങ്ങനെ ഒരിക്കലും കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പ് തന്നെ വരണം. 7.5 ഇഞ്ച് കറക്റ്റ് ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ പോയിന്റ് ചെയ്യാം. കറക്റ്റ് 7.5 ഇഞ്ച് പോയിന്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്ര ഇഞ്ചാണോ നീളം വേണ്ടത് ആ നീളം നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക. എത്ര ഇഞ്ചാണോ അത് കറക്റ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ നീളം ഒരു 23 വെച്ച് നിങ്ങൾ കരുതുക. അതല്ല അവനൊരു 20 അതിന് ഫുൾ നീളം വെച്ചിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യണം? ആ നീളത്തിൻ്റെ കൂടെ
മുകളിൽ നമ്മൾ 7.5 ഇഞ്ചാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 20 ഇഞ്ചാണ് താഴെ നമ്മൾ നീളം എടുത്തിട്ടുള്ളത് എങ്കിൽ മുകളിലെ ആ ഒരു 7.5 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് 27.5 ഇഞ്ച് ഈ കോണിൽ നിന്ന് നമ്മൾ കറക്റ്റ് പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗവും കംപ്ലീറ്റ് വരാതെ കറക്റ്റായിട്ട് കിട്ടും. ഈ കോണിൽ നിന്ന് ആ ഒരു പോയിന്റ് എത്രയാണോ ആ ഒരു പോയിന്റ് നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യാം. ഇതുപോലെ ഫുൾ റൗണ്ട് നമുക്ക് നോട്ട് ചെയ്താൽ കറക്റ്റ് അളവ് കിട്ടും. എത്ര ഇഞ്ചാണോ നമ്മൾ നീളം ഉദ്ദേശിക്കുന്നത് ആ നീളത്തിൻ്റെ കൂടെ അരഭാഗം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത്രേ വേണ്ടി വരുള്ളൂ. 2 ടൈപ്പിൽ നമുക്കിത് നീളം കണ്ടുപിടിക്കാം കേട്ടോ. അതിനുശേഷം ഒരിക്കലും നമ്മൾ പോയിന്റ് ചെയ്ത ചോക്കയുടെ താഴത്തു കൂടെ കട്ട് ചെയ്യരുതേ, മുകളിലൂടെ തന്നെ കട്ട് ചെയ്യുക മാക്സിമം. അതിനുശേഷം താഴെ പോർഷനും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് താഴോട്ടുള്ള പോർഷനും കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ നീളം എടുത്തിരിക്കുന്നത് 23 ഇഞ്ചാണ് തോന്നുന്നു. പോയിൻ്റ് മറന്നുപോയി. 23 + 7.5 31.5 തോന്നുന്നു ഫുൾ റൗണ്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മടക്കി ചെക്ക് ചെയ്ത് നോക്കുക. കറക്റ്റ് അല്ലേ? അരഭാഗം കറക്റ്റ് മടക്കിയിട്ട് ഒന്നുകൂടി മടക്കി നോക്കുക. അപ്പോൾ ഫുൾ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കയറി ഇറങ്ങി കിടക്കൂല, കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിത് ഡമ്മിയിലോട്ട് ഇട്ട് നോക്കാം കേട്ടോ. കറക്റ്റായിട്ട് വേസ്റ്റ് റൗണ്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. ഇതുപോലെ കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മളിവിടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടില്ല. കറക്റ്റ് 6 ഇഞ്ചാണ് നമ്മൾ പോയിന്റ് ചെയ്തിട്ടുള്ളത്. കാണാണ്ടോ? ഇപ്പോൾ നമുക്കിതാ കറക്റ്റ് ആ ഹിപ്പ് റൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സെമി അംബ്രല സ്കേർട്ടിന് ഫ്രോക്ക് നമുക്ക് ജോയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു നോർമൽ അളവാണ് ഇത് വരുന്നത്. ഇനി നമ്മൾ സൈഡ് എലാസ്റ്റിക് ഒന്നും കൊടുക്കാതെ കറക്റ്റ് ഫിറ്റായിട്ട് സൈഡിൽ സിപ്പൊക്കെ കൊടുത്തിട്ട് ഒരു പട്ട കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ അളവ് കറക്റ്റാണ്. ഇനി നമ്മൾ എലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അരവണ്ണം ഇപ്പോൾ 24 അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 6 ഇഞ്ചോ ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം ഇപ്പോൾ 24 + 6 30. ആ 30നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അത്രേ ചേഞ്ചുകൾ വരുത്താനുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക കേട്ടോ. ഇപ്പോൾ അത് നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ലേശം തയ്യൽ തുമ്പും കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും തയ്യൽ തുമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഇനി അടുത്തൊരു ഫുൾ ഫ്ലെയർ ആയിട്ട് വരുന്ന ഡബിൾ ഫ്ലെയർ, ഒരു ഇപ്പോൾ എടുത്തതിൻ്റെ ഇരട്ടി ഫ്ലെയർ വരുന്ന ടൈപ്പാണ് കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. സെയിം 24 ഇഞ്ചാണ് വരുന്നത്. 24 ഇഞ്ചിനെ 4ആയിട്ടാണല്ലോ നമ്മൾ മുമ്പ് ഭാഗിച്ചത്. അത് 8ആയിട്ട് 24നെ 8 തൊട്ട് ഹരിക്കുക. അപ്പോൾ എത്രയാണോ കിട്ടുന്നത് 3 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. ആ 3 ഇഞ്ചിൻ്റെ കൂടെ പ്ലസ് 1/2 ഇഞ്ച് 1 ഇഞ്ച് എത്ര വേണമെങ്കിലും നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അത് തയ്യൽ തുമ്പാണ്. ഒരുപാട് തുമ്പ് വരും. ഞാനിവിടെ തുമ്പ് ആഡ് ചെയ്യാതെയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴുകൊണ്ട് നമുക്ക് എക്സ്ട്രാ കുറച്ച് തുമ്പ് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തതിൽ കുറച്ച് തുമ്പ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് തുമ്പ് കിട്ടും. അതാണ് നമ്മൾ എത്ര മാർക്ക് ചെയ്തിട്ടും കാര്യമില്ല, നോക്കിയിട്ടും കാര്യമില്ല. തുമ്പ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു കട്ടിങ് ടൈപ്പിൽ തുമ്പ് കിട്ടും. ഇവിടെ വീതി നീളം നമ്മളൊന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പേപ്പറിൽ. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുമ്പോൾ മടക്കി കൊടുക്കേണ്ടതെന്നുള്ള രീതിയാണ് കേട്ടോ. ശരിക്കും ഇതുപോലെ ഒരു മടക്കം മടക്കുക, വീണ്ടും ഒരു മടക്കും കൂടെ മടക്കുക. കറക്റ്റായിട്ട് ഒന്നുകൂടെ മടക്കി കൊടുക്കുക. ഇപ്പോൾ 2 മടക്ക് നമ്മൾ മടക്കിയിട്ടുണ്ട്. കാണാമല്ലേ? 4 പീസ് ഇവിടെ വരുന്നുണ്ട്. 4 പീസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും. ഇതുപോലെ മടക്കുക, വീണ്ടും മടക്കുക. ഇപ്പോൾ 4 പീസ് നമുക്ക് അവിടെ ഉണ്ട്. ഇനി നമ്മൾ വീണ്ടും അതിനൊരു കോണായിട്ട് മടക്കി കൊടുക്കുകയാണ്. ഇവിടെ അതുപോലെ കോണാക്കി മടക്കി കൊടുക്കുമ്പോൾ 8 പീസ് അതിൽ വരുന്നുണ്ട്. വക്ക് 4 ഭാഗം വരുന്നുണ്ട്. വക്കല്ലാണ്ട് ഫോൾഡ് 2 ഭാഗം വരുന്നുണ്ട്. ഇനി ഇത് കറക്റ്റ് മടക്കി കൊടുക്കേണ്ട ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് എത്ര ഇഞ്ചാണോ നീളം വേണ്ടത്, ഇപ്പോൾ എനിക്കിവിടെ 23 ഇഞ്ച് നീളം വേണം. അതിൻ്റെ കൂടെ 4 ഇഞ്ചോ 5 ഇഞ്ചോ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 28 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 4-5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അരഭാഗത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അതിനുശേഷം തുണി വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ച് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 2 ഫോൾഡ് കിട്ടും. ഇതുപോലെ 2 ഫോൾഡ് കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ കോണാക്കിയിട്ട് മടക്കി കൊടുക്കുക. സെയിം മടക്കൽ തന്നെയാണ്. പക്ഷെ എന്താ പറയുക, നമ്മൾ വലിയ തുണിയൊക്കെ കിട്ടുമ്പോൾ അത് കട്ട് ചെയ്യാണ്ട് വേണം ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാരണം അതിൻ്റെ ബാലൻസ് വരുന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യത്തിന് ഉപകാരപ്പെടും. അപ്പം ഞാൻ തുണിയിൽ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അടിഭാഗം. അതുപോലെ അരഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കേട്ടോ, അപ്പോൾ ഒരു കോൺ ഷേപ്പാണ് വരിക. ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ പോയിൻ്റ് ചെയ്ത് കറക്റ്റ് പോയിൻ്റ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നിവർത്തി വെക്കുമ്പോൾ നമുക്ക് 2 പീസായിട്ടാണ് കിട്ടുക, കാണാമല്ലോ ഇതുപോലെ. ഇങ്ങനെ 2 പീസായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അരഭാഗം വീതി കൂട്ടാനും കുറക്കാനും ഒക്കെ ഉപകാരപ്പെടും. ഇത് ഇങ്ങനെ 2 സൈഡിക്ക് കട്ടിങ് ഇല്ലാത്ത രീതിയിലൊരു കട്ടിയലുണ്ട് കേട്ടോ. അതിന് ഒരുപാട് അംബ്രല്ല ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്. 2 ടൈപ്പാണ് നമ്മൾ ഡെയിലി നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന 2 ടൈപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രേ ചെയ്യാറുള്ളൂ. നോർമലി ഒരു തുടക്കക്കാരായിക്കോട്ടെ, ഒരു മീഡിയം സൈസ് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അവരൊക്കെ ഏകദേശം ഈ ഒരു ടൈപ്പേ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. ഇവിടെ എനിക്ക് 23 ഇഞ്ചാണ് പാവാടയുടെ ഇറക്കം വേണ്ടത്. ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 5 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് 28 ഇഞ്ചാണ് കറക്റ്റായിട്ട് എടുക്കുന്നത്. 28 ഇഞ്ച്. ആ 28 ഇഞ്ച് കറക്റ്റ് നോട്ട് ചെയ്തിട്ട് അതിലൊന്ന് കറക്റ്റ് പോയിന്റ് ചെയ്തിട്ട് അവിടെ ഒന്ന് പിടിച്ചു കൊടുക്കുകയാണ്. ഇതുവരെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 23 + 5 ഇഞ്ചാണ് കേട്ടോ. ആ തുണി നമ്മളിത് 5 മീറ്ററോളം തുണി വരുന്നുണ്ട്. അത് നമ്മളിത് അതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നീളം 28 ഇഞ്ചിൻ്റെ ഒപ്പം വെച്ചിട്ട് അതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഒരു മടക്ക് അവിടെ വന്നിട്ടുണ്ട്, ഒരു ഫോൾഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് നോക്കിക്കോളൂ. 28 ഇഞ്ച് ഇതുപോലെ 28 ഇഞ്ചിൽ ഒരു മടക്ക്. അതിന് ശേഷം വീണ്ടും ഒരു മടക്കും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ആ 28 ഇഞ്ചിൽ നിന്ന് കൈ പോവാണ്ട് വീണ്ടും നമ്മളിതാ ഇതുപോലെ ഒരു മടക്കും കൂടെ ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് 2 ഫോൾഡ് വരണം കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ 2 മടക്ക് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ 2 ഫോൾഡ് വരണം കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് 2 ഫോൾഡ് കിട്ടിയിട്ടുണ്ട്. അത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെക്കും വേണം കേട്ടോ. നീറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഒരു സൈഡിൽ നമുക്ക് 4 വക്ക് പോർഷനായിട്ട് കിട്ടും, ഒരു സൈഡിൽ 2 ഫോൾഡായിട്ടാണ് കിട്ടുക. കറക്റ്റ് 28 ഇഞ്ച് ഉണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. 28 ഇഞ്ച് കുറച്ച് കമ്മി വരുന്നുണ്ട്, പക്ഷേ ഓക്കെ 28 ഇഞ്ച്, കാരണം നമുക്ക് 23 ഇഞ്ചാണ് വേണ്ടത്. അതിനുശേഷം ഈ ഒരു വക്ക് പോർഷൻ നമ്മൾ ഈ ഫോൾഡിൻ്റെ ഭാഗത്തേക്ക് മടക്കി കൊടുക്കുക. ഈ ഫോൾഡ് പറഞ്ഞാൽ ഇവിടെ ഒരു പീസ് അപ്പുറത്തെ ഒരു പീസ്, അങ്ങനെ 2, ഇവിടെ ഒരു പീസ് അപ്പുറത്തെ ഒരു പീസ്, അങ്ങനെ 4 പീസ് അവിടെ വരുന്നുണ്ട്. മറ്റേ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 4 വക്ക് പോർഷൻ വരുന്നുണ്ട്. കറക്റ്റായിട്ട് നോക്കിക്കോളൂ. ഇതുപോലെ നമ്മളിത് അതുപോലെ കോണ് കറക്റ്റാക്കി വെക്കുക. നമ്മുടെ സൈഡിലോട്ട് തന്നെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ആ ഒരു വക്ക് പോർഷൻ നോക്കിക്കോളൂ, ഒപ്പാക്കി വെക്കുക. കാണാൻ ഒന്നുകൂടെ ഒരു പീസ്, അതേപോലെ 2 പീസ്, 3 പീസ്, ലാസ്റ്റ് 4 പീസ്, പിന്നെ 2 ഫോൾഡ് പീസാണ് വരുന്നത്. അത് 4 പീസായിട്ടാണ് വരിക. അങ്ങനെ 8 പീസ്. അതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് 4 ഇഞ്ചിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്. ഇതുപോലെ 8 പീസ് അവിടെ വരുന്നുണ്ട്. അതിന് ശേഷം ഇനി നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. കറക്റ്റാക്കി വെക്കണം എപ്പോഴും. നമ്മൾ 24നെ 8 തൊട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത്, ഹരിച്ചപ്പോൾ കിട്ടിയത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ തയ്യൽ തുമ്പ് എടുക്കാണ്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. തയ്യൽ തുമ്പ് ആഡ് ചെയ്യാതെ കട്ട് ചെയ്താലും നമുക്ക് ആ തയ്യൽ തുമ്പ് കിട്ടും എന്നുള്ളത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇതുപോലെ 3 ഇഞ്ച് കറക്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്യാം, ജസ്റ്റ് ഒരു പോയിൻ്റ്. അതിന് ശേഷം ഈ കോണ് ഭാഗത്ത് നിന്ന് ഇതുപോലെ എത്ര ഇഞ്ചാണ് വരുന്നത്, 3.5 ഇഞ്ച്. ആ 3.5 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് ഇത് അതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 3.5 ഇഞ്ച് പോയിൻ്റ് ചെയ്യുക. ഒന്നുകൂടെ വെച്ച് നോക്കുക. കറക്റ്റ് 3 ഇഞ്ച് നമുക്ക് ശരിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി താഴോട്ടിലെ പോയിൻ്റാണ് കേട്ടോ നമുക്ക് എടുക്കേണ്ടത്. താഴോട്ട് 23 ഇഞ്ചാണ് നമുക്ക് എടുക്കാനുള്ളത്. ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ആ ഒരു 23 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് 23 അല്ല 20 ആണെന്നുണ്ടെങ്കിൽ ആ 20 പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. എത്രയാണോ ഇറക്കം അത് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് പോയിൻ്റ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. കറക്റ്റാണോ ഒന്നും കൂടെ ഉറപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ 23 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഈ 3.5 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 26.5. അപ്പോൾ ഈ കോൺ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ടേപ്പ് അളക്കാൻ പാടില്ല. ഫുൾ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത ഫസ്റ്റ് മാർക്ക് ചെയ്തതൊക്കെ 26.5 ഇഞ്ച് വരുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാർക്ക് ചെയ്തത് കറക്റ്റാണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചോക്കവരുടെ താഴെ കൂടെ കട്ട് ചെയ്യാണ്ട് ഞാൻ അത് വീണ്ടും കമ്മിയാക്കിയിട്ടാണ് കേട്ടോ മുകളിലൂടെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം താഴെ പോർഷനും ഇതതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. വീണ്ടും പറയാണ്, ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടില്ല.
എൻ്റെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക. ഇതുപോലെ ഒന്നുകൂടെ മടക്കി കൊടുക്കുക. ഫുൾ ലെങ്ത്ത് കറക്റ്റാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിവർത്തി വെക്കുകയാണ് കേട്ടോ. ഇതുപോലെ നിവർത്തി വെക്കുക. 2 പീസായിട്ടാണ് നമുക്കിവിടെ വരിക. ഒരു 60 ഇഞ്ച് വീതിയൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നമുക്കിതുപോലെ 2 പീസ് അല്ലാണ്ട് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ 2 പീസായിട്ട് വരുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലത്. സൈഡ് വീതി കൂട്ടാനും കുറക്കാനും ഒക്കെ നമുക്ക് യൂസ്ഫുള്ളാവും. ഇതുപോലെ നല്ല ഫ്ലെയർ വരും. ഒരുപാട് ഫ്ലെയർ ഉണ്ട്. അതിൻ്റെ ടേബിൾമേ സെറ്റ് ആവില്ല, അത്രയും ഫ്ലെയർ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തത്. സെമി അംബ്രല്ല സ്കേർട്ട് ഇതാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സ്കേർട്ട് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ സ്കേർട്ടാണ്. അതിൻ്റെ ഇരട്ടി വരുന്നുണ്ട് താഴത്തെ സ്കേർട്ട്. ഇതിങ്ങനെ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. മറ്റേത് 2 പീസായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇരട്ടി വിരിവ് വരുന്നുണ്ട് കേട്ടോ. ഇത് വീതി കൂടുതൽ വരുന്നുണ്ട്. ഇനി ഈ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്ട് ജസ്റ്റ് 2 മുട്ട് സൂചി 2 പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ ഓരോ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു സൈഡ് നമുക്ക് ഡമ്മിമ്മ ഇട്ട് നോക്കിയിട്ട് കറക്റ്റാണോ എന്താണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിൽ വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഇടുകയാണ്. ഇതുപോലെ 2 പിൻ ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഇനി നമുക്കിത് ഡമ്മിയിലോട്ടൊന്ന് ഇട്ട് നോക്കാം, കറക്റ്റാണോ അല്ലേ എന്നുള്ളതൊന്ന് ഡമ്മിമ്മ ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷൻ വരുന്നത്. ഓരോ തുണിക്കനുസരിച്ചിട്ട് എന്താ അറിയുമോ, നമ്മൾ അളവിലൊക്കെ ചേഞ്ച് വരും. നമ്മൾ എത്ര കറക്റ്റായിട്ട് അളവെടുത്താലും അതൊക്കെ ഒരുപാട് ചേഞ്ച് വരും. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ വെച്ച് കൊടുക്കുക. കാണാണ്ടോ, കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്കിത് ഇഷ്ടം പോലെ തയ്യൽ തുമ്പ് അതിൽ വന്നിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ 3 ഇഞ്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എന്നിട്ടും ഇതാ ഇത്രയും തയ്യൽ തുമ്പ് നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ അംബ്രല്ല കട്ടിങ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അരഭാഗം റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. അത് എങ്ങോട്ട് വേണേലും നോളും, സ്ട്രെയിറ്റ് അല്ലല്ലോ വരുന്നത്. അതിന് പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ ഇനിയും നമുക്ക് തയ്യൽ തുമ്പ് ഒരുപാട് കിട്ടും. കാരണം ഇതുപോലെ പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് ഇനിയും കിട്ടും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒരുപാട് അങ്ങോട്ട് കൂടുതലാക്കി കട്ട് ചെയ്യരുത്. അപ്പോൾ എന്താ പറയുക, 2 സൈഡൊക്കെ ഒരുപാട് തയ്യൽ തുമ്പ് വരും. ഇനി എക്സ്ട്രാ തയ്യൽ തുമ്പിനൊന്നും ആവശ്യം വരുന്നില്ല. കോട്ടൺ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഷിമ്മർ നെറ്റായിരുന്നു, അതിന് ഞാൻ ഏകദേശം അത് കട്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ടാണ് കിട്ടിയത്. ഇത് ജോർജറ്റാണ്. അങ്ങനെ ഓരോ തുണികൾക്ക് ഓരോ മാറ്റങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ കറക്റ്റ് 3 ഇഞ്ചിൽ കയറ്റി കട്ട് ചെയ്തിട്ടടക്കം തയ്യൽ തുമ്പ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്താണ് കേട്ടോ. ഇത് നോക്കിയാൽ കാണാം. ഇത് തയ്യൽ തുമ്പ് അത്രയും കുറച്ച് ഒരു പോയിൻ്റ് മാത്രം ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് സൈഡിൽ സിബൊക്കെ കൊടുത്തിട്ട് പട്ടൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു അളവിൽ തന്നെ ചെയ്തെടുത്താൽ മതി. മറ്റേ എലാസ്റ്റിക്കൊക്കെ കൊടുക്കുകയാണ്, ഫുള്ളായിട്ട് എലാസ്റ്റിക്കൊക്കെ കൊടുക്കേണ്ടതിൽ നമ്മൾ അരവണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ എക്സ്ട്രാ 6 ഇഞ്ചോ 7 ഇഞ്ചോ എത്ര വേണമെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാം. അതിനോടത്തോളം ഫ്ലെയർ കൂടി വരും കേട്ടോ. അതും വേണമല്ലോ പറയാം. ഇതുപോലെ നമ്മുടെ ഫുൾ ഫ്ലെയർ ആയിട്ടുള്ളത് ഇതുപോലെ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഇട്ടതിനേക്കാളും ഇരട്ടി ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഇരട്ടി വരുന്നതുകൊണ്ട് അപ്പോഴും അരവണ്ണം നമ്മൾ അതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ 8 ഉള്ളത് അതിൻ്റെ ഇരട്ടിക്ക് നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 ഇഞ്ചിൽ പിന്നെയും കമ്മി വരും. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ അംബ്രല്ല സ്കേർട്ട്. ഫസ്റ്റ് നമ്മൾ അടിച്ചത് സെമി അംബ്രല്ലയാണ്. അത് നോർമലി ഫ്രോക്കൊക്കെ അടിക്കണം, എല്ലാവരും നോർമലി അടിക്കുന്ന ടൈപ്പ്. ഒരു 3 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇതാവുമ്പോൾ നമുക്കൊരു 5 മീറ്ററൊക്കെ എന്തായാലും വേണ്ടി വരും. അത്യാവശ്യം ഇന്ത്യയൊക്കെ ഒരു ഹൈറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 50 ഒക്കെ വരാനുള്ള ഒരു മുട്ടിൻ്റെ താഴെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു 3 മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ, മുട്ടിൻ്റെ താഴെ വരുന്ന ടോപ്പ് പോലെ അടിക്കാനാണെന്നുണ്ടെങ്കിൽ 3 മീറ്ററൊക്കെ മതിയാവും നോർമലി കേട്ടോ. അല്ലാത്തതിന് ഒരു 5 മീറ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.